നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അടുത്ത 2 മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടും സ്ക്വാഡിനെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും കാർലോ അഞ്ചലോട്ടി ഇതാ ബ്രസീലിലേക്ക് തിരിച്ചെത്തുന്നു. ഇന്ന് അദ്ദേഹം അവിടെ ലാൻഡ് ചെയ്യും, റിയോ ഡി ജനീറോയിലെത്തും. ഇപ്പോൾ 2 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ബ്രസീലിലേക്ക് എത്തുന്നത്. ജൂൺ മാസത്തിൽ ഇന്റർനാഷണൽ മത്സരങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം മടങ്ങിപ്പോയതാണ്. പിന്നെ കാനഡയിൽ അദ്ദേഹം സമയം ചെലവഴിക്കുന്നതിൻ്റെ ചിത്രങ്ങളും മറ്റുമൊക്കെ നമ്മൾ കണ്ടു. US വെച്ച് അദ്ദേഹം ബ്രസീൽ ടീമിൻ്റെ അധികൃതരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സമയത്ത്. എന്നാൽ ഇപ്പോൾ എന്നാണ് ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനം? നെയ്മറൊക്കെ മടങ്ങിയെത്തുന്നു, മാറക്കാനയിലാണ് കളി എന്നൊക്കെ പറയുമ്പോൾ എന്നാണ് ആ ടീമിൻ്റെ പ്രഖ്യാപനം എന്നറിയാൻ വേണ്ടി ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ബ്രസീലിൻ്റെ അടുത്ത 2 കളികൾ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 5 പുലർച്ചെ ഇന്ത്യൻ സമയം 6 മണിക്ക് ചിലിക്കെതിരെയും സെപ്റ്റംബർ 10 പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്ക് ബൊളീവിയക്കെതിരെയുമാണ്. ഇതിൽ ബൊളീവിയക്കെതിരെയുള്ള മത്സരം എവേ മത്സരമാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയിട്ട് കളിക്കണം. അതിനു വേണ്ടിയൊക്കെ ടീമിനെ ഒരുക്കി എടുക്കേണ്ടതുണ്ട്. ആഞ്ചലോട്ടി ഇതാ ബ്രസീലിലേക്ക് 2 മാസങ്ങൾക്ക് ശേഷം എത്തുകയാണ്. ബ്രസീലിന്റെ കോളപ്പ് എന്ന് ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം പ്രിലിമിനറി ലിസ്റ്റ് ഫിഫക്ക് കൊടുക്കണം, കോൺമബോളിന് കൊടുക്കണം. നമുക്കറിയാവുന്നതാണത്. ബ്രസീൽ സാധാരണഗതിയിൽ ഈ പ്രിലിമിനറി ലിസ്റ്റ് പുറത്തു വിടാറില്ല. പക്ഷേ കഴിഞ്ഞ മാർച്ചിലും മറ്റുമൊക്കെ ആയിട്ട് നമ്മളത് കണ്ടു, പ്രിലിമിനറി ലിസ്റ്റ് പുറത്തു വിടുന്നത്. ഇത്തവണ ആഞ്ചലോട്ടി പുറത്തു വിടുമോ എന്നുള്ളത് കണ്ടറിയണം. പ്രിലിമിനറി ലിസ്റ്റ് സമർപ്പിക്കേണ്ട തീയതി ഇതാ വരുന്ന ഞായറാഴ്ചയാണ്, 17-ാം തീയതിയാണ്. ഒരാഴ്ചയിൽ കുറച്ച് സമയം മാത്രമേ ഇവിടെ കോച്ചിന് മുന്നിലുള്ളൂ അത് തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ അത് പുറത്തു വിടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പുറത്തു വിട്ട നെയ്മർ അതിൽ ഉണ്ടാകുമോ? അതാണ് ആരാധകർക്ക് അറിയേണ്ടത്. നെയ്മർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭ്യമാവുന്ന സൂചന. 17-ാം തീയതി വരുന്ന ഞായറാഴ്ചയാണ് പ്രിലിമിനറി സ്ക്വാഡ് തയ്യാറാക്കി സമർപ്പിക്കുന്നത്. പിന്നെ ഫൈനൽ സ്ക്വാഡിന്റെ പ്രഖ്യാപനം ഈ മാസം 26-ാം തീയതി ഓഗസ്റ്റ് 26-ന് നടത്തുമെന്നാണ് ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ട്. ബാക്കി അതിന് സമയവും മറ്റു കാര്യങ്ങളൊക്കെ CBF ഇനിയും കൺഫേം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഓൾറെഡി ബ്രസീൽ വേൾഡ് കപ്പിന് ക്വാളിഫൈഡ് ആണ്. ഒരു മത്സരം ഇനി ബ്രസീലിൽ കളിക്കും, ഒരു മത്സരം ബൊളീവിയയിലെ മത്സരം. ഇത് കൂടിയേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ബാക്കിയുള്ള മത്സരങ്ങളിൽ ഒന്ന് ബ്രസീലിലുള്ളത് കാർലോ അഞ്ചലോട്ടിയുടെ ആവശ്യപ്രകാരം മാറക്കാനയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബൊളീവിയക്കെതിരെയുള്ള കളിയാണ്. അത് അത്ര എളുപ്പമുള്ളതല്ല. 4100 മീറ്റർ ഉയരത്തിൽ, സമുദ്രനിരപ്പിൽ നിന്ന് 4100 മീറ്റർ ഉയരത്തിലാണ് ആ ഒരു സ്റ്റേഡിയം ഉള്ളത്. അവിടെ പോയി കളിക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. സോ അതിനൊക്കെ വേണ്ടിയിട്ട് ബ്രസീൽ ടീമിന്റെ പൂർണ്ണമായ പരിശീലന ക്യാമ്പ് ഉണ്ടാവുക റിയോ ഡി ജനീറോയിൽ തന്നെയായിരിക്കും. CBF ട്രെയിനിങ് സെന്റർ ഗ്രഞ്ച കൊമാഴി ടെർസപോളിസിലുള്ള ആ ഒരു സെന്ററിൽ തന്നെയായിരിക്കും ഈ ഒരു ട്രെയിനിങ് ഒക്കെ നടത്തുക. ബൊളീവിയയിലേക്ക് കളിയുടെ തൊട്ട് തലേന്ന് മാത്രമേ ബ്രസീൽ ട്രാവൽ ചെയ്യുകയുള്ളൂ എന്നുകൂടി ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീഡിയോ എത്താം.